ഞാൻ എടുത്തുതരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ട് പോകുന്നു. അപ്പോൾ തന്നെ നമ്മൾ നോമ്പൊക്കെ ഇല്ലേ, നോമ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടികളാണ് നനച്ചുകുളി എന്ന് പറയും. നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക, പിന്നെ മല്ലി മുളക്, അതൊക്കെയാണ് നാട്ടുമ്പുറംകാരൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. അപ്പം നമ്മളിവിടെ അധികം മല്ലിയും മുളകൊക്കെ ഇവിടെ അടുത്തുള്ള മില്ലിൽ നിന്ന് വാങ്ങിക്കാറാണ് സാധാരണ കേട്ടോ. പക്ഷെ നോമ്പല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്കിവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാം ഒന്നുമില്ല, നമ്മൾക്ക് ഒരു നോമ്പ് കഴിയാനായിട്ടുള്ള മല്ലിയും മുളകൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി പോരായി വന്നാൽ നമുക്കത് മില്ലിൽ നിന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിപ്പോൾ നമ്മൾ ഫുൾ ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഓരോ വെഡിങ് ആനിവേഴ്സറി വ്ളോഗുകളും അതുപോലെ തന്നെ ട്രാവലിംഗ് വ്ളോഗൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു 3-4 പാർട്ട് വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അനിയന്മാരെ കൂടെ. ആ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാത്തിട്ട് താഴെപ്പോയിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നനച്ചുകുളീൻ്റെ ഓരോ പാർട്ടായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് 1ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുക എന്നുള്ളൂ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ രസകരമായിട്ട് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അതാ നമ്മൾ മല്ലി മുളകൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഏതൊരു കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഭാരമായിട്ട് തോന്നുന്നല്ലേ. നമ്മളെ കൂടെ എന്തൊരു കാര്യം ഒരാൾ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും മുന്നേറാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പം ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ 4-5 വീഡിയോയിൽ ഉമ്മയും ഞങ്ങളെല്ലാം ഫാമിലി വ്ളോഗ് കാണാത്തപ്പോൾ ഞങ്ങൾ ഫാമിലി വ്ളോഗ് നിർത്തിയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഒരിക്കലുമില്ല, നമ്മൾ ഫാമിലി വ്ളോഗ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ ഇടയിൽ സ്കിൻ കെയർ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിക്വസ്റ്റ് ചെയ്യുക, കമൻറ്റ് അറിയിച്ചാൽ എന്തായാലും ഞാൻ പറയും. അപ്പോൾ ഇതാ വലിയ കുഴപ്പമില്ലാത്ത മല്ലി മുളകുമായിരുന്നു, വലിയ അഴുക്കും കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് അഞ്ഞു ഉണങ്ങിയിട്ട് എന്താ ചെയ്യട്ടെ അറിയല്ലോ. പൊടിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ നെട്ടികളൊക്കെ പറിക്കും. പറയുമ്പോൾ വെച്ചാൽ ഒരു ഇങ്ങനെ കൊടുത്തയക്കും. പക്ഷെ അമ്മക്കൊരു വൃത്തിക്ക് നമ്മൾ ഒരു നിറം കിട്ടാൻ വേണ്ടി കേട്ടോ. ഇത് ഫുള്ള് പൊടിപ്പിച്ച് ചേർത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇതൊക്കെ പറിച്ചിട്ട് അടുത്തൊന്നും കൂടി വെള്ളം വരട്ടെ. എന്നിട്ട് ഇത് മല്ലി ഇതിൽ തന്നെ മതി. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ചെയ്യണോ അല്ലെങ്കിൽ വേറൊരു വ്ളോഗിൽ ആയിട്ട് ചെയ്യണോ എന്ന് പറയണം കേട്ടോ നിങ്ങൾ. എങ്ങനെയെന്ന് ചോദിച്ചാൽ വേറെ ചാനൽ തുടങ്ങിയിട്ട് അതിലാണ് നമ്മൾ ഓൺലൈൻ സ്റ്റോറത്തെ വെറൈറ്റി ലോ റേഞ്ചിലുള്ള പാർട്ടി വെയർ കളക്ഷൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചിട്ടുള്ളത്. നമ്മളെ ഈ നസ്മി വ്ളോഗിൽ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വേറൊരു വ്ളോഗ് ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യണമെന്നൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ചെയ്യാം. കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട്. അതിന് ലോ റേഞ്ചിലുള്ള പാർട്ടി വെയർ വെസ്റ്റേൺ ടൈപ്പുകളൊക്കെ ഉണ്ട്, നമ്മളെ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇൻഷാല്ലാ വീഡിയോ ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്യണം, ലോ റേഞ്ചിലുള്ള പാർട്ടി വെയർ വെസ്റ്റേൺ ടൈപ്പ് എന്നൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇന്ന് വൈകുന്നേരം 6 മണിക്കൊരു വീഡിയോസ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയ ഗായകനായിട്ടുള്ള സജീർക്കൊപ്പം നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിൻ്റെ താഴെയായിരുന്നു കേട്ടോ. അവിടെ ഒരു ഗാനമേളയും ഒരു ഇനാഗ്രേഷന് വന്നതായിരുന്നു. എനിക്ക് ഒരുപാട് നാളായി കാണണമെന്ന് ആഗ്രഹിച്ചൊരു ഗായകൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് സിംഗറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം ആ ഒരു സിംഗറല്ലേ സജീർക്കൊപ്പത്തിൻ്റെ ആ ഒരു 10-30 പാട്ടേ പാടിയിട്ടുള്ളൂ. ആൾക്ക് ഒരു 1 മില്യൺ സബ്സ്ക്രൈബ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷന് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൻ്റെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നാൾ കാണണമെന്നൊരാഗ്രഹിച്ചൊരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ പാട്ട്. അപ്പോൾ ആ ഒരു കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ 2 തുണിയായിട്ട് വിരിച്ചിട്ടുണ്ട് ഷീറ്റിൽ. ഒരു സെക്ഷനിൽ മുളകും മറ്റേ സെക്ഷനിൽ മല്ലിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇടുന്നോടത്ത് വെയിൽ കമ്മിയാണ്. കുറച്ച് കഴിഞ്ഞാൽ വെയിൽ ഈ ഒരു ഭാഗത്തേക്ക് വരും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇടുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഷീറ്റിലാക്കിയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. കുറച്ചുള്ളതായിട്ട്
ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മല്ലി ഇടാൻ വേണ്ടി ഇവിടെ മുളക് വല്ലാതെ കിട്ടി ചിലവാവില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ മുളക് പെട്ടെന്ന് കഴിയും. കാരണം ഉമ്മ നല്ല മുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. ഇവിടെ പാകത്തിനുള്ള മുളകൊക്കെ ഇടാറ്. എല്ലാവർക്കും ഭയങ്കര എരിവ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി സ്ലോലേ കഴിയുള്ളൂ കേട്ടോ, ബാക്കിയുള്ളൊക്കെ സ്പീഡിൽ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾ ചിക്കന് ശേഷം ഇതാ മല്ലി കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഉപ്പ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നാണ്. വലിയ അഴുക്കും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി. പക്ഷെ നമ്മൾ ഒരിക്കലും ക്ലീൻ ചെയ്യാതെയൊന്നും ഇത് പൊടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോസ് എല്ലാം ആയിട്ടും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടല്ലേ, മല്ലി മുളകൊക്കെ ഓരോരുത്തർ പൊടിക്കുന്ന രംഗും അതുപോലെ തന്നെ അതിൽ നായ വന്ന് കിടക്കുന്നു പല സീനും നമ്മൾ വാട്സപ്പ് വഴിയൊക്കെ കാണാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നാറുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് കൂടുതൽ പൊടി വാങ്ങിക്കലെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ മില്ലുണ്ട്, അവിടെ നല്ല രീതിയിൽ അവർ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്ന് പാക്കറ്റായിട്ടും അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല. മില്ലിൽ നിന്ന് ഡയറക്റ്റ് അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് വാങ്ങിക്കൽ. അതാകുമ്പോൾ ഒന്നുകൂടി നന്നാവുമല്ലോ. പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ പൊടിയായിട്ട് വാങ്ങിക്കുന്നതൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ ചെയ്യാറില്ല. ഇപ്പം നോമ്പായിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ. പിന്നെ നനച്ചുകൂടിയൊക്കെ ആകുമ്പോൾ എല്ലാം അതിൻ്റെതായൊരിത് ശരിയല്ലേ. അപ്പോൾ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമൊക്കെ നമ്മളിവിടെ ആളെ വിളിക്കലായിരുന്നു വീട് ക്ലീൻ ചെയ്യാൻ. ഇപ്പം നമ്മൾ രണ്ടാളും തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ വീഡിയോസിനും നമ്മളെ ഓരോ കാര്യത്തിനും വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വീട്ടുകാരെയും അല്ലെ ഹസ്ബൻഡിൻ്റെയൊക്കെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത്. അതില്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇക്ക എന്താണ് കഴിഞ്ഞ ടൂറിലൊന്നും പോരാത്തത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഹസ്മോന് കൊണ്ടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹസ്മോന് ഇടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവന് ചെറിയൊരു ജലദോഷം പോലെ കണ്ടു. അപ്പോൾ ഞാൻ അവനെയും കൊണ്ടുപോകാനതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവനില്ല, ഉമ്മ അടക്കം. പക്ഷെ ഉമ്മക്ക് ചെറിയൊരു ഇതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു പോയി. അപ്പോൾ പിന്നെ ഹസൂനെ കൊണ്ടുപോകാൻ ഉമ്മ അയച്ചതുമില്ല. ഞാനുണ്ടാകുമ്പോൾ എന്തിനാ ടെൻഷൻ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഭയങ്കര സങ്കടം തന്നെയായിരുന്നു കേട്ടോ. കാരണം അവനെ ഫസ്റ്റ് ടൈമാണ് പിരിഞ്ഞിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ ഞാൻ എവിടെ പോയാലും വരുന്നല്ലേ. അപ്പോൾ ആ ഒരു സങ്കടം നല്ലോണ്ടായിരുന്നു. ഇപ്പോൾ ഇക്കാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇക്കാക്ക് ലോങ് യാത്ര പോകാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ചിലപ്പം പെട്ടെന്ന് ഛർദി വരും, അല്ലെങ്കിൽ തലവേദന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ആൾ എപ്പോഴും നമ്മളെ കൂടെ ജോലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എപ്പോഴും നമ്മളെ കൂടെ വരാൻ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ നമ്മളെ എൻജോയ്മെൻറ്റിനൊക്കെ വിടുന്നതാണ്. അപ്പോൾ അതുതന്നെയല്ലേ വലിയൊരു കാര്യം. കാരണം നമ്മളെ എല്ലാ കാര്യത്തിനും ഒരേമാതിരി സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫാമിലിയാണ് നമ്മളുടേത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് കുറേ പേരിങ്ങനെ ഓരോന്ന് പറയാറുണ്ട്. അത് പിന്നെ ഏതൊരു കാര്യത്തിലും അങ്ങനെയാണല്ലോ, നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ബാഡായിട്ട് തന്നെ പറയുള്ളൂ അല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ച് പേര്, എല്ലാവരും ഒന്നല്ല, കുറച്ച് പേര് ഇപ്പോഴും നമ്മളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ബന്ധക്കാർ തന്നെയാണ്, ബാക്കിയുള്ള ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളൊരു എൻജോയ്മെൻറ്റ് മാത്രമാണ്, അല്ലാതെ ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും കണക്കാക്കില്ല. നമ്മളെന്താണ് വീട്ടിൽ ചെയ്യുന്നത് അത് ജസ്റ്റ് വീഡിയോ. നിങ്ങളെന്താണ് അടുക്കളയത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുക്കള എന്താ കാണിക്കുന്നതെന്നാണ് കുറച്ച് ആൾക്കാർക്കുള്ളൊരു പരാതി കേട്ടോ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ അടുക്കളയിൽ വെച്ചിട്ടല്ലേ നമുക്ക് പാകം ചെയ്യാൻ കഴിയുള്ളൂ. അത് അവിടെ നിന്നല്ലേ നമുക്കൊരു റെസിപ്പികളും നമ്മളെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഈ പറയുന്ന ആളുകളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, നമ്മളെ സെയിം കാര്യങ്ങൾ ഉമ്മാനോടൊക്കെ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ പറഞ്ഞോ, ഞങ്ങളെന്തായാലും യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു എൻജോയ്മെൻ്റ് ആയിട്ടാണ് പോകുന്നത്, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാവർക്കും സപ്പോർട്ടാണ്, നമ്മളതാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അടുക്കള എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ഉമ്മാനോട് ഇങ്ങനെ പരാതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെയെന്നല്ല, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് വരാറുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവം കേട്ടോ. പക്ഷേ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്, പക്ഷേ അവരൊന്ന് കേൾക്കാൻ വേണ്ടി, അവർക്ക് നമ്മളെ വീഡിയോസ് കാണും വേണം, എന്നാൽ ഇതിലെന്താണുള്ളതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ കുറ്റങ്ങൾ പറയാനായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മളെ ഏകദേശം അടുത്ത ബന്ധക്കാർ തന്നെയാണ് ഈ പറയുന്ന ആളുകൾ. അപ്പോൾ അവർ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും, പക്ഷെ എന്താണ് ഇതിൽ പോയിൻ്റ്
ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. കാരണം നമ്മൾ ആരെയും ബുദ്ധിമുട്ടാക്കിയിട്ടല്ല വീഡിയോസ് ചെയ്യുന്നത്. നമ്മളെ ഫാമിലിയിലെ എല്ലാവരും സപ്പോർട്ടോട് മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കി അവരെ ഒന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല. താല്പര്യമുള്ളവർ മാത്രമേ ഞാൻ ഏത് വീഡിയോയിലും കാണിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരാളെ നിർബന്ധിച്ച് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല. ഈ പറയുന്ന ആളുകളെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല. കുറേ പേരൊന്നുമില്ല, ഒരു 4-5 ആൾക്കാർക്കാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനത്തെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അതുകൊണ്ട് എന്തായാലും യോജിക്കാൻ താല്പര്യമില്ല. കാരണം നമ്മൾ നല്ല രീതിയിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഫാമിലിയിൽ എന്താണോ അല്ലെങ്കിൽ എങ്ങനെയാണ് തമാശയിൽ പോകുന്നത് അതൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെയാണല്ലേ. അതൊക്കെ നമ്മൾ വ്ളോഗിലൊരു ഫാമിലി വ്ളോഗ് ആകുമ്പോൾ അതൊക്കെ ഒരു തമാശ രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ തട്ടം കഴിച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ബാഡായിട്ടുള്ള ഒരു വീഡിയോസും നമ്മൾ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല. എല്ലാം നല്ല നീറ്റിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഇതുവരെ. എൻ്റെ ഒരു കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കുക, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പറയുന്നവർ പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു സന്തോഷത്തിന് മാത്രമാണ്. അപ്പോൾ എന്തായാലും അവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്നുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനിങ്ങനെ വാഷ് ചെയ്യുന്ന കാണുമ്പം അവർ എന്തായാലും വീഡിയോ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോയിലൂടെ പറഞ്ഞതാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മളിതാ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിണ്ടിട്ട് ഇവിടെയൊക്കെ ചെടി വെക്കുന്നതുകൊണ്ട് തന്നെ മുകളിലത്തെ ചെടിയത്തും അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോൾ ചെടിയത്തെ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ വീട്ടിൽ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സ്ഥിരം ജോബിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ, പോസ്റ്റ് ഓഫീസിൽ പോയി. അപ്പോൾ കുറേ പേര് പോസ്റ്റ് ഓഫീസിലാണ് ജോലി എന്ന് ചോദിച്ചിനി. പോസ്റ്റ് ഓഫീസിൽ ജോലിയല്ല, ഇതൊക്കെ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലുള്ള കളക്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ യൂത്ത് ഫേസിൻ്റെ വൈറ്റനിങ് ക്രീമും സോപ്പ്, ലിപ് ബാം, ഫുഡ് ക്രീം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ബൾക്കായിട്ട് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടീമിന് ഇപ്പോൾ ഒരു 4 സോപ്പും 4 ക്രീമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ ലിപ് ബാമൊക്കെ നമ്മളെടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. മാഷാ അല്ലാ, അത്യാവശ്യം ഓർഡർ നമുക്ക് വരുന്നുണ്ട്. നല്ല റിസൾട്ടാണ് എല്ലാവർക്കും. വൈറ്റനിങ് ക്രീം ആയാലും സോപ്പായാലും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അതിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ അയക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് 4 സോപ്പും 4 ക്രീമും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൊറിയർ ചെയ്യൽ. ഡെയിലി ഞാൻ പോസ്റ്റ് ഓഫീസ് പോകട്ടോ. രാവിലെ എന്നും അരീക്കോട് പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസാണ് ഇന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഗൂഗിൾ പേ, ഫോൺ പേ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യുക. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ സ്പീഡ് പോസ്റ്റാണ് അയക്കുന്നത്. 3 to 5 days ആണ് നമ്മൾ പറയാറ്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. ചക്കക്കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ തൂമ്പിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ ചക്കയോ ചക്കക്കൂട്ടാനോ ഞങ്ങൾ വന്നാൽ തരുമെന്നൊക്കെ ചോദിച്ചിനിമ്മ. വണ്ടിയർക്ക് കൊടുക്കും അല്ലേ? ഇപ്പോൾ വന്നാൽ കിട്ടും. പത്താക്കൊക്കെ ഓരോ കയ്യിലിച്ച് സ്പൂണായിരിക്കും അല്ലേ? അല്ല, കയ്യിലൊക്കെ ഉണ്ടാവും. തോനുണ്ടാക്കിയത് പത്തിലൊക്കെ ആകുമ്പോഴേ, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യത്തെ കഴിഞ്ഞില്ല, ഇതോടെ കഴിഞ്ഞില്ല. ആകെ 2 ചക്കയുള്ളേ. അത് കഴിഞ്ഞു. നാളെ ഒരു ചക്ക കൂട്ടാനും ഇന്നൊരു ചക്ക ഓൾറെഡി ഒരു തരിപ്പ് വേണം തോന്നുന്നു. എൻ്റെ ഒരു ചൂടിങ്ങോട്ട് നിങ്ങൾ വിളിച്ചറിയേണ്ടി വരും. ഉപ്പ് പാക ഇനി ഇട്ടാൽ കുളാവും. ഇനി ഇടണ്ടമ്മ, അല്ലേ തന്നെ നിങ്ങളത് ഉപ്പ് കയറില്ല. ഉണ്ട് ഉപ്പ് ഇട്ടുണ്ട്. അച്ഛനോട് പറയണ്ട, ഉമ്മാക്കൊരു തരിപ്പ് പോലെ വേണം. തിന്നിയ ലേസം വേണ്ടമ്മ, ആളിനോട് കിട്ടില്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൂട്ടാനുണ്ടാക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ ഉമ്മാൻ്റെ സ്പെഷ്യൽ കൂട്ടാൻ എനിക്ക് എന്തായാലും വേണമെന്ന്. അപ്പോൾ ഞാൻ അവരറിയാതെ കൊണ്ടു കൊടുക്കുകയാണ്. കാരണം ഞങ്ങൾ ചക്കമ്മൽ ആകെ 2 ചക്ക ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതിൽ ഒന്ന് ഇന്നാൾ കൂട്ടാൻ വെച്ചു, ഒന്ന് രണ്ടാമത്തെ ലാസ്റ്റത്തെ നമ്മൾ കൂട്ടാൻ വെച്ചപ്പോൾ ആൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ ചക്കക്കൂട്ടാൻ, മാങ്ങ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ചക്കമ്മ 2 ചക്കയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ 1 പറിച്ചു, രണ്ടാമത്തെ ലാസ്റ്റ് ഇന്ന് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കിയപ്പോൾ എന്തായാലും അവർക്ക് കൊണ്ടുകൊടുക്കാൻ പോകണം. ആൾക്ക് ആ ഒരു
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ തരണ്ടെന്ന് പറഞ്ഞിട്ടോ, പക്ഷെ ഇന്ന് വരുന്നല്ലേ കൊണ്ടുവരുന്നെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കുന്നതിന് മുന്നേ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 10, 11, 12 മണീൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു സംഭവമൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ തന്നെ ഞാനത് കൊണ്ടുപോവുകയാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇന്ന് വണ്ടി എടുക്കുന്നില്ല. അപ്പം ഞാൻ നടന്നു പോയി കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചു. ഉമ്മതാ തൂക്കപാത്രത്തിലാക്കി തരുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉമ്മ തരും. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സംഭവം കൂടിയിട്ട് ഇങ്ങനൊരു ഇടവഴിയുണ്ട്, അതിലിങ്ങനെ പോയിട്ട് വേണം കുറച്ച് അങ്ങോട്ട് പോകണം വീട്ടിലേക്ക്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല വെയിലല്ലേ ഇപ്പോൾ. ഞാനിങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ്. എൻ്റെ വീടിൻ്റെ നേരെ ബാക്ക് സൈഡിൽ കൂടെ ഉണ്ട് ഈ ഒരു റോഡ് വരുന്നത്. ഇത് റോഡൊന്നുമല്ല, ഒരു വഴിയാണ്, ഒരു ഇടവഴിയാണ്, റോഡായിട്ടൊന്നുമല്ല കേട്ടോ. ഇത് ഇവിടെയുള്ള മേലുള്ളൊരിക്ക അവരെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആളിവിടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല, ഞാൻ വിളിച്ചിട്ടില്ല. ഇതാണ് ആളെ വീട്. ചക്കക്കൂട്ടാൻ കൊടുത്തപ്പോൾ പഴുത്ത ചക്കയും തന്നു. അവിടെ ഇതാ ഫസ്റ്റ് ആയിട്ടുണ്ടായ ചക്ക ഉണ്ടായിരുന്നു പഴുത്ത. ആരെ മുറിച്ച് അത് മുറിച്ചു വരക്കച്ചക്ക, നല്ല മധുരമുള്ള തേൻപരിക്ക ചക്ക. എങ്ങനെയുണ്ട് അടിപൊളി ടേസ്റ്റ്, മധുരല്ലേ. ചക്കക്കൂട്ടാൻ കൊടുത്ത് പോത്തക്കാക്കി. പണ്ട് അങ്ങനെയല്ലേ, അരി കൊടുത്തിട്ട് ഇന്ന വാങ്ങ ഇന്ന കൊടുത്ത് അതേമാതിരി കൂട്ടാൻ കൊടുത്ത് പഴുത്ത ചക്ക